ഞാൻ പറഞ്ഞല്ലോ, പഞ്ചഭൂതങ്ങളല്ല നമ്മുടെ ശരീരത്തിലെ, പഞ്ചഭൂത തത്വങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങളിൽ. പഞ്ചഭൂത തത്വങ്ങളുടെ സാന്നിധ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ചക്രങ്ങൾ, ഷഡ്ചക്രങ്ങളിൽ ബാക്കിയുള്ള പഞ്ചചക്രങ്ങൾ എവിടെയെല്ലാം ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു, ആ ചക്രങ്ങളിലെ തത്വങ്ങൾ ഏതെല്ലാമാണ്, പഞ്ചഭൂത തത്വങ്ങൾ ഏതെല്ലാമാണ്, അതിൻ്റെ ദേവതകൾ ഏതാണ്, ഇതിനെ എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഹസ്തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഏറ്റവും താഴത്തെ ചക്രം മൂലാധാര ചക്രമാണ്. മൂലാധാര ചക്രം നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെയും മലദ്വാരത്തിൻ്റെയും കൂടി ഇടയിലായിട്ടാണ് മൂലാധാര ചക്രത്തിൻ്റെ സ്ഥാനം. മൂലാധാര ചക്രത്തിലെ തത്വം ഭൂമി തത്വമാണ്. ഭൂമിക്ക് ഞാൻ പറഞ്ഞു പതാകഹസ്തം ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിലേക്കും, അത് ഭൂതത്വമാണ്. ഈ ഭൂതത്വം ഇതിൻ്റെ മൂലാധാര ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവത, അതിദേവതയായിട്ട് മഹാഗണപതിയാണ് പറയുന്നത്. അപ്പം മഹാഗണപതി, ഞാൻ ദേവതകളുടെ ഹസ്തങ്ങളെല്ലാം വലതുവശത്തും തത്വങ്ങളുടെ ഹസ്തങ്ങൾ ഇടതുവശത്തും അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മഹാഗണപതി എന്നുള്ളതിന് ഇങ്ങനെയാണ് നമ്മുടെ ഹസ്തം. അപ്പം വലതുവശത്ത് ഭഗവാന്റെ ഗണപതി ഹസ്തത്തിൻ്റെ പതാകം ഇങ്ങനെയും ഭൂതത്വത്തിൻ്റെ ഭൂമി എന്ന ഹസ്തം ഈ ഇടതുവശത്തും. അപ്പം ഇതാണ് ഭൂതത്വത്തിന് ഉള്ള ഹസ്തം. ഇനി രണ്ടാമത്തത് സ്വാധിഷ്ഠാന ചക്രമാണ്. ഈ സ്വാധിഷ്ഠാന ചക്രം നാഭി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാഭി പ്രദേശം. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ തത്വം ജലമാണ്. സ്വാധിഷ്ഠാന ചക്രത്തിലെ ജലമാണ് തത്വം. അതിൻ്റെ ദേവതയാകട്ടെ ബ്രഹ്മാവാണ്. അപ്പൊ ബ്രഹ്മാവിൻ്റെ ഹസ്തം, വലതുവശത്തെ ഹസ്തം ഹംസപക്ഷവും ജലത്തിൻ്റെ ഹസ്തം ഇടതുവശവും ചേർന്ന് ഇതിന് ജലതത്വം എന്ന ഹസ്തം ആക്കി എടുത്തു. മൂന്നാമത് മുകളിലേക്ക് നമ്മുടെ ഉദരഭാഗത്ത് മണിപൂരക ചക്രമാണ്. മണിപൂരക ചക്രത്തിൻ്റെ തത്വം അത് അഗ്നിയാണ്. അതാണ് അഗ്നി. ഇതിൻ്റെ ദേവതയാകട്ടെ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വലത് കൈയിലെ ഹസ്തം കടകവും ഇടത് കൈയിലെ അഗ്നി തത്വത്തിൻ്റെ അഗ്നി എന്ന ഹസ്തവും. അപ്പോൾ ഇതിങ്ങനെ വരച്ചോണ്ട് വേണം, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് അഗ്നിതത്വം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഉരസിൻ്റെ ഭാഗത്ത്, നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടാണ് വായുതത്വം. ഇവിടെ അനാഹത ചക്രമാണ്. ഇവിടെ വായുതത്വമാണ്. ഇതിൻ്റെ ദേവത രുദ്രനാണ്. മഹാദേവൻ്റെ അതിൻ്റെ മുകളിൽ മഹാദേവൻ, പിന്നെ അങ്ങനെ സദാശിവൻ. ഇതെല്ലാം ഭഗവാന്റെ, സദാശിവൻ ഇവിടെയാണ്. സദാശിവൻ, മഹാദേവൻ, രുദ്രഭഗവാൻ. അപ്പൊ ഞാൻ ഒത്തിരി വ്യത്യാസം വരണമല്ലോ. രുദ്രൻ എന്ന് പറഞ്ഞാൽ രൗദ്രമൂർത്തിയാണ് എന്നാണ് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ മാർക്കാണ്ഡനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തൃശൂലമാണ് ഉപയോഗിച്ചത്, കാലിൻ്റെ യമൻ്റെ നേരെ. അങ്ങനെ അപ്പോൾ ആ തൃശൂലം, പിന്നെ ഭഗവാനെ നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോ കാണുമ്പോൾ എപ്പോഴും കയ്യിലൊരു തൃശൂലം കാണും ഭഗവാന്റെ. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും അല്ലെങ്കിൽ ഒരേ മാതിരിയാവുമല്ലോ. അപ്പോൾ അനാഹത ചക്രത്തിൻ്റെ അവിടെ രുദ്രഭഗവാനുള്ള ഈ തൃശൂലഹസ്തവും, ഇവിടെ വായു തത്വമാണ് ഹംസപക്ഷം. അപ്പം രുദ്രഭഗവാന്റെ തൃശൂല എന്നുള്ള ഹസ്തവും, തൃശൂലം നമ്മുടെ ഹസ്തലക്ഷണ രീതിയിൽ അങ്ങനെ ഒരു ഹസ്തമില്ല, പക്ഷെ അതിൽ നമ്മുടെ താന്ത്രിക ഹസ്തത്തിലുണ്ട്. ഞാനത് താന്ത്രിക ഹസ്തത്തിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ അത് എൻ്റെ ബുക്കിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. താന്ത്രിക ഹസ്തത്തിൽ തൃശൂലഹസ്തം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൃശൂലഹസ്തം എന്ന് പറഞ്ഞത്. തൃശൂലഹസ്തവും പിന്നെ വായു എന്നുള്ളതിൻ്റെ ഹംസപക്ഷഹസ്തവും കൂടി ചേർത്തിട്ട് ഇതിന് അനാഹത ചക്രത്തിലെ വായുതത്വമാക്കി ഹസ്തം ഉണ്ടാക്കി. വായുതത്വം. ഇനി തൊണ്ടയിലാണ്. തൊണ്ടയിലെ വിശുദ്ധി ചക്രമാണ്. വിശുദ്ധി ചക്രം, തൊണ്ടയിലെ ദേവത, വിശുദ്ധി ചക്രത്തിൻ്റെ ദേവത മഹാദേവനാണ്.
ഇവിടെ ആകാശതത്വമാണ്, ആകാശതത്വം. അപ്പം ഈ ആകാശതത്വത്തിൻ്റെ അർദ്ധചന്ദ്രവും മഹാദേവൻ്റെ ഹംസപക്ഷവും കൂടി ചേർത്തിട്ട് ഇങ്ങനെ വിശുദ്ധി ചക്ര എന്താ ആകാശതത്വത്തിന് ഹസ്തം ഉണ്ടാക്കി. ഇങ്ങനെയാണ് ഞാൻ ഈ 5 തത്വങ്ങളുടെ ഹസ്തം ഉണ്ടാക്കിയത്. അതായത് ഏറ്റവും താഴെ ഭൂതത്വത്തിന് ഭൂമിയുടെ പതാകവും ഭഗവാന്റെ മഹാഗണപതിയുടെ പതാകവും ചേർത്തിട്ട് ഭൂതത്വം. അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാന ചക്രത്തിലെ സ്വാധിഷ്ഠാനത്തിൻ്റെ ജലത്തിൻ്റെ ഭ്രമരവും ഇവിടെ ബ്രഹ്മാവിൻ്റെ ഹംസവൃക്ഷവും ചേർത്തിട്ട് ജലതത്വം. അതിൻ്റെ മുകളിലായിട്ട് മണിപൂരക ചക്രത്തിൽ അഗ്നിയും അതിൻ്റെ വിഷ്ണു ഭഗവാനെയും കൂടി ചേർത്തിട്ട് ഘടകവും ഊർണനാഭവും ചേർത്തിട്ട് അഗ്നിതത്വം. അതിൻ്റെ മുകളിൽ അനാഹതത്തിൽ വായുവിനെയും രുദ്രനെയും കൂടി ചേർത്തിട്ട് ഹംസപക്ഷവും ത്രിശൂലവും ചേർത്തിട്ട് ഇത് വായുതത്വം. അതിൻ്റെ മുകളിലായിട്ട് തുണ്ടയിൽ മഹാദേവൻ തത്വം, ആകാശതത്വം, അതിലെ അർദ്ധചന്ദ്രവും മഹാദേവൻ്റെ ഹംസപക്ഷവും കൂടി ചേർത്തിട്ട് ആകാശതത്വം. ഇങ്ങനെയാണ് ഞാൻ ഇത് രൂപം ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിത് ഉപയോഗിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നൃത്തപഞ്ചകം എന്നുള്ള അർത്ഥത്തിൽ ഞാനത് പ്രയോഗിച്ചു. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുവാണെങ്കിൽ എനിക്ക് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം.